ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വള്ളിപ്പയർ കൃഷിയെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് വള്ളിപ്പയർ കൃഷി. ശരാശരി 4 മൂട് പയർച്ചെടി ഉണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് 1 കിലോഗ്രാം പയർ വെച്ച് കിട്ടും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ഓഫീസുകളിലോ നമ്മുടെ ജോലി സ്ഥലത്തോ കൊണ്ടുപോയി കഴിക്കാനും പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പയർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പയർ കുറ്റിപ്പയറായും വള്ളിപ്പയറായും കൃഷി ചെയ്തു വരുന്നുണ്ട്. വിത്ത് വാങ്ങുമ്പോൾ ഹൈബ്രിഡ് വിത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി വള്ളിപ്പയർ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പയർ വിത്ത് നട്ടത് തറയിൽ നേരിട്ട് പാകിയാണ്. മണ്ണ് വെട്ടിക്കിളച്ചതിന് ശേഷം മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാൻ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കാം. കുമ്മായമാണ് ഇടുന്നതെങ്കിൽ കുമ്മായം ഇട്ടതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് കൃഷി തുടങ്ങാവൂ. പയറിന് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് വേണ്ടത്. വളം കോഴിവളമോ ചാണകപ്പൊടിയോ അല്പം എല്ലുപൊടിയോ മേൽമണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിലോ തറയിലോ നേരിട്ട് പയർ വിത്ത് പാകാം. കോഴിവളമാണ് ഇടുന്നതെങ്കിൽ നന്നായി നേർപ്പിക്കണം, കാരണം കോഴിവളത്തിന് ചൂട് കൂടുതലാണ്. പയർ വിത്ത് നടുന്നതിന് മുന്നേ വിത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം 8 മണിക്കൂർ കഴിഞ്ഞ് നടുന്നതായിരിക്കും നല്ലത്. വിത്ത് സീഡ്ലിംഗ് ട്രേയിലോ തറയിലോ ഗ്രോ ബാഗിലോ നേരിട്ട് പാകാം. പയർ കിളിച്ച് പടർന്നു കഴിഞ്ഞാൽ പന്തലിടുന്നത് ഒരു മീഡിയം ടൈപ്പ് പന്തലിട്ട് കൊടുത്താൽ മതി. പന്തലിടാൻ പറ്റിയില്ലെങ്കിൽ മരച്ചീനിക്കമ്പ് 3 എണ്ണം വെച്ച് പയർ ചെടികളുടെ മൂട്ടിൽ ഊന്നിയതിനു ശേഷം അതിലോട്ട് പടർത്തി വിട്ടാലും മതി. 2 ആഴ്ച കൂടുമ്പോൾ ചെടിക്ക് വളപ്രയോഗം കൊടുക്കണം. പയർ ചെടികളിൽ മുഞ്ഞ വരാതെ നോക്കണം. മുഞ്ഞയെ തുരത്താനുള്ള ഒരു ഒറ്റമൂലിയാണ് പച്ചുറുമ്പിനെ പയർ ചെടിയിൽ കയറ്റിവിട്ടാൽ മതി. വള്ളിപ്പയറിൽ വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് തണ്ട് ചീയൽ. സ്യൂഡോമോണസ് ലായനി 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തണ്ടിലും ചെടിയിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ തണ്ട് ചീയൽ ഒരു പരിധിവരെ മാറ്റാം. തണ്ട് ചീയൽ വരാൻ പ്രധാന കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. ഗ്രോ ബാഗിലാണെങ്കിലും തറയിലാണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. ഇലപ്പേനും പയർ ചെടിയിൽ വരുന്ന ഒരു കീടാണുവാണ്. വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലപ്പേനെ നമുക്ക് തുരത്താം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും